എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകാത്തത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നത്, ദിവസവും സഭ ബഹിഷ്കരിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇന്ന് വീണ ജോർജ് ആരോഗ്യമന്ത്രി നൽകിയത്. അടിയന്തര പ്രമേയം നോട്ടീസ് നൽകി. ആരോഗ്യ മേഖലയിലെ ചികിത്സാ പിഴവ്, ആരോഗ്യ മേഖലയിലെ പോരായ്മ, ഇവ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. തയ്യാറാണ് എന്ന് ഭരണപക്ഷം പറഞ്ഞു. എല്ലാ ആരോപണങ്ങൾക്കും എണ്ണി മറുപടി പറയുക മാത്രമല്ല, എന്താണ് UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നത് എന്നുകൂടി വസ്തുതകൾ, കണക്കുകൾ, യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിച്ച് വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷത്തിന് ഇതിനേക്കാളും വലിയ അടി ഇന്ന് സഭയിൽ നിന്ന് ലഭിക്കാനില്ല. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വീണ ജോർജ് നിയമസഭയിൽ നടത്തിയ പ്രസംഗം കാണാം. റൂൾ 50 പ്രകാരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത് നന്നായി സാർ. 2016 മുൻപ് കേരളത്തിൽ തകർന്ന് തരിപ്പണമായി പോയിരുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊന്ന് ഓർമ്മിക്കുന്നതിനും ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള സമീപനവും കാഴ്ചപ്പാടും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും ഇന്നിവിടെ നടന്ന ചർച്ചയിലൂടെ, വിഷയ അവതരണത്തിലൂടെയും കഴിഞ്ഞു സാർ. സാർ, ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ അദ്ദേഹം ഒരു വാചകം ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്? നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചതായി അദ്ദേഹം പറഞ്ഞു. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ അങ്ങ് പറഞ്ഞത് മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ വഴങ്ങാം. ഇപ്പം ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ശരി. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി വന്ന് വലിയ ഒരു ജനസമൂഹത്തിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് സാർ അവിടെ കുണ്ടറയിലെ പുതിയ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഞാൻ സംസാരിക്കാൻ അനുവദിക്കൂ ബഹുമാനപ്പെട്ട കുണ്ടറ MLA, അങ്ങ് സംസാരിക്കൂ. ഞാൻ തുടങ്ങി ഒരു സെന്റൻസല്ലേ ആയുള്ളൂ. ഞാൻ വഴങ്ങാം, അങ്ങേക്ക് വഴങ്ങാലോ. ഞാൻ സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും വഴങ്ങാം. ഞാൻ വഴങ്ങാം. ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം, തീർച്ചയായിട്ടും കേൾക്കും. ഞാൻ സഭയിലല്ലേ പറയുന്നത്, തീർച്ചയായിട്ടും വഴങ്ങാം. എന്ത് പോയിന്റ് ഓഫ് ഓർഡർ അങ്ങ് പറഞ്ഞതാണ്. വിഷ്ണു, അത് ശരിയല്ല. വിഷ്ണു, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. വിഷ്ണു, നിങ്ങൾ ആദ്യം ഈൽഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അവർ ഈൽഡ് ചെയ്തില്ല. പിന്നെ അവർ പറഞ്ഞല്ലോ, ഷോ സം പേഷ്യൻസ്. ഓക്കെ. ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ നിയോജക മണ്ഡലത്തിൽ കുണ്ടറയിൽ ജനുവരി മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം കുണ്ടറയിലുള്ള താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഉദ്ഘാടനം ചെയ്തിരുന്നു സാർ. അവിടെ 76 കോടി രൂപ ഉപയോഗിച്ചാണ് പഴയൊരു കെട്ടിടം, വളരെ സ്ഥലപരിമിതികളുള്ള ഒരു ബോർഡ് മാറ്റിവെച്ചിരുന്ന, ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ബോർഡ് മാറ്റിവെച്ചിരുന്ന ഒരു ആശുപത്രി 76 കോടി രൂപ ഉപയോഗിച്ച് ബഹുനില കെട്ടിടമുള്ള ഒരു ആശുപത്രിയായിട്ട് മാറ്റിയിട്ടുണ്ട് സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ 74 വയസ്സുള്ള ഒരു അമ്മ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആ അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നാണ്. അവർ ഇതുവരെ ഡയാലിസിസ് ചെയ്തിരുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് സാർ. അവർ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ 2000 രൂപ കൊടുത്താണ് ഒരു ഡയാലിസിസ് സ്വകാര്യ ആശുപത്രിയിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് സർക്കാർ സംവിധാനത്തിൽ ആ 2000 രൂപ കൊടുക്കാതെ എനിക്കിതിവിടെ ചെയ്യാൻ കഴിയുന്നു എന്ന് ആ ലക്ഷ്മിക്കുട്ടിയമ്മ അവിടെ പറയുന്നുണ്ട് സാർ. അതുപോലെ തന്നെ ആ അമ്മ പ്രൈവറ്റ് ആശുപത്രിയിലാണ് സാർ ചെയ്തിരുന്നത്. ഞാൻ ആ പ്രൈവറ്റ് ആശുപത്രിയുടെ പേര് പറയുന്നില്ല. 70 വയസ്സുള്ള മുരളീധരൻ നായർ എന്നൊരു അച്ഛൻ, പ്രായമുള്ള വ്യക്തി, അദ്ദേഹം അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സാർ. ഈ ഒരേ ഷിഫ്റ്റിലാണ് രണ്ടുപേരും ഉള്ളത്. അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്, കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സാർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവിടെ അദ്ദേഹവും 1800 രൂപയോ മറ്റോ കൊടുത്തിരുന്നാണ് ഡയാലിസിസ് ചെയ്തിരുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഒരു ഡയാലിസിസിന് 1500 മുതൽ 2000 രൂപ വരെ, ആഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചെയ്യും. ആഴ്ചയിൽ 4500 രൂപ, ഒരു മാസമാകുമ്പോഴേക്കും 18000 രൂപ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ് സാർ. ബഹുമാനപ്പെട്ട MLA നിയോജക മണ്ഡലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് സാർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ
പ്ലാൻ ഫണ്ടിലൂടെ സ്വകാര്യ മേഖലയിൽ ഡയാലിസിസ് ചെയ്തിരുന്ന ഒരു ഡയാലിസിസിന് 2000 രൂപയും പിന്നെ വണ്ടിക്കൂലിയും മറ്റു പ്രയാസങ്ങളും നേരിട്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് ഡയാലിസിസ് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമാണ് സർ, ആരോഗ്യ വകുപ്പിന്റെ നയമാണ് സർ. ഇവിടെ 12 ആശുപത്രികളിലാണ് 2016 മുൻപ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത്. ഇന്ന് അത് 125 ആശുപത്രികളായി ഉയർന്നു സാർ. ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കണം സാർ. സാർ, 125 ആശുപത്രികൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ദിവസം 3000 രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി വിവിധമായിട്ടുള്ള സ്കീമുകളിൽ. അതിന്റെ സാമ്പത്തിക വശം നമ്മളൊന്ന് ആലോചിച്ചാൽ 60 ലക്ഷം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ദിവസം സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കേണ്ടി വരുന്നില്ല സാർ. അത് സർക്കാർ സംവിധാനത്തിലൂടെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് സാർ. സാർ, ഇതേ സമയം തന്നെ സാർ കൊല്ലം ജില്ലയുടെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ ഉള്ള കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ടയുടെയും ബോർഡറിൽ ഒരു വിദ്യ എന്നുള്ളൊരു പെൺകുട്ടിയുടെ ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞാണ് സാർ. ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ കൈ രണ്ടായിട്ട് വെട്ടി ഭർത്താവ് ആക്രമണത്തിലൂടെ വെട്ടിമാറ്റി അവൾ ചെന്ന് നിന്നപ്പോൾ, അവളെയും കൊണ്ട് മാതാപിതാക്കൾ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപ വേണം. ഇവരാക്ഷേപിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് സാർ അവിടുത്തെ ഡോക്ടർമാർ ആ കൈകൾ തുന്നിച്ചേർത്തത്. അവളുടെ ഞരമ്പുകളിലൂടെ രക്തമൊഴുകിയത്, ആ രക്തമൊഴുകുന്ന ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മകനെയും ചേർത്ത് പിടിച്ച് അവൾ ഈ സമൂഹത്തിൽ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട് സാർ. സാർ, ഇനി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഒന്ന് വായിക്കാം സാർ. ബഹുമാന്യനായിട്ടുള്ള UDFന്റെ കാലത്ത് അന്നത്തെ ബഹുമാന്യനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സാർ. നമുക്കൊന്ന് നോക്കാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് അന്നത്തെ MLA ആയിരുന്ന ശ്രീ ജെയിംസ് മാത്യു ആണ്. അതിൽ ചോദ്യം ഇതാണ്: ഇക്കാലയളവിനുള്ളിൽ ഇതുവരെ സർക്കാർ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ എത്ര? അവർ ആരെല്ലാം? അവർക്ക് എന്തൊക്കെ ധനസഹായം നൽകിയിട്ടുണ്ട്? സാർ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2014 ഡിസംബർ മാസത്തിലാണ് സാർ. ഉത്തരം: 5 പേർക്ക് തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ. വിജയലക്ഷ്മി, രാജൻ, തങ്ക, ബാലൻ, കുട്ടപ്പൻ. തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനസഹായം നൽകിയിട്ടില്ല സാർ. ഇത് പറയുമ്പോൾ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാതെ തിമിര ശസ്ത്രക്രിയ ചെയ്ത് കാറ്ററാക്ട് സർജറിയാണ് സാർ. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ, ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയിൽ ഈ ശനിയാഴ്ച ഒരു ശസ്ത്രക്രിയ നടത്തി സാർ. അത് ട്രാൻസ്പ്ലാന്റ് സർജറിയാണ്. കോർണിയ മാറ്റിവെച്ചു സാർ, നേത്രപടലം മാറ്റിവെച്ചു, നേത്രാന്തത മാറ്റുന്നതിന് വേണ്ടി നേത്രപടലം മാറ്റിവെച്ചു. രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ സാർ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. അവിടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ആ രോഗി സുഖമായിട്ട് പോവുകയാണ് സാർ. സാർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഈ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോവാം സാർ. 2014 വീണ്ടും ഒരു ചോദ്യം. ജെയിംസ് മാത്യു MLA, അന്നത്തെ MLA തന്നെയാണ് സാർ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ എത്ര നഴ്സസ് ജോലി നോക്കുന്നുണ്ട്? 1438. എത്ര ഒഴിവുണ്ട്? 831. പകുതി ആളുകൾ പോലും തൽസ്ഥാനത്തില്ല സാർ. അന്നത്തെ ഒരു സ്ഥിതിയാണ് സാർ. സാർ, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതും എത്ര പേർക്കാണ്? സാർ, ഉത്തരം 16 പേരാണ് സാർ. അന്നത്തെ UDFന്റെ കാലഘട്ടത്തിൽ സാർ. എന്നാണ് കൊടുത്തത്? 2016 ഫെബ്രുവരി മാസം 12-ാം തീയതി UDF സർക്കാരിന്റെ അവസാന കാലത്ത് അന്ന് കൊടുത്ത മറുപടിയാണ് സാർ. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്, ഞെട്ടിക്കുന്നതാണ് സാർ. ഇക്കാലയളവിനുള്ളിൽ നാളിതുവരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും എത്ര പേർ മരണപ്പെട്ടു എന്ന് വ്യക്തമാക്കാമോ? 950 പേർ സാർ. 950 പേർ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സാർ. സാർ, നേരത്തെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മൂവാറ്റുപുഴ MLA അദ്ദേഹം പറഞ്ഞില്ലേ മാതൃമരണ നിരക്കിന്റെ കാര്യം? ഞാൻ അതിനെക്കുറിച്ച് പറയാം. തിരുവിതാംകൂർ കൊച്ചി രാജഭരണ കാലത്തെ ഒന്ന് കാര്യം പറയണ്ടല്ലോ സാർ. നമുക്ക് 2016 10 വർഷം മുമ്പുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോകാം. എത്രയായിരുന്നു സാർ അന്നത്തെ മാതൃമരണ നിരക്ക്? 43 ആയിരുന്നു സാർ. 43. ഞാൻ മരണപ്പെട്ട അമ്മമാരുടെ സ്ത്രീകളുടെ കണക്കാണ് ഈ സഭയിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത 950 പേർ മരിച്ചു എന്ന കണക്കാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാർ, ചില പത്ര കട്ടിങ്ങുകൾ കൂടി ഞാൻ വീണ്ടും മറുപടികളിലേക്കുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് പത്ര കട്ടിങ് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുകൊണ്ട് കേരളം ICUവിൽ സാർ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വരാന്തയിൽ ബഹുമാനപ്പെട്ട MLA നേരത്തെ പറഞ്ഞല്ലോ, തളർന്നവശയായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇനിയും നിരവധി പേർ ക്യൂവിലുണ്ട്.
ഇനി അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സാർ, പ്രമേഹം സംബന്ധമായ അസുഖത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഡോക്ടറെ കാണാൻ എത്തിയതാണ് വാമനപുരം സ്വദേശി പ്രഭ. മെഡിക്കൽ കോളേജായി കൊട്ടിയാഘോഷിച്ച് പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാതെയും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ഒരു ആശുപത്രി. സർ, UDFന്റെ കാലഘട്ടത്തിലാണ്, 2015 സർ, 2015 സർ ഇത് വന്നിട്ടുള്ളത്. സർ, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിൻ ക്യാൻസർ സെന്റർ ജലരേഖയായി. ബഹുമാന്യനായിട്ടുള്ള രാജീവ് മിനിസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണ് എറണാകുളം ജില്ല. സർ, അദ്ദേഹവും പങ്കെടുക്കണം ആ ചടങ്ങിൽ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സർ, മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ സർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തിയായി എന്നുള്ളത് മാത്രമല്ല, എക്യുപ്മെന്റ്സ് എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്, തസ്തികകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ടുണ്ട്. സർ, ജലരേഖയായി റിസർച്ച് സെന്റർ തന്നെയാണ് സർ, അത് ക്യാൻസറിന്റെ റിസർച്ച് സെന്റർ ആണ്. UDFന്റെ കാലത്ത് ജലരേഖയായി ഒരു കല്ല് പോലും ഇല്ലാതിരുന്ന ഒരിടത്താണ് സർ, അവിടെ ഒന്നാന്തരം കല്ലുമില്ല സർ, അവിടെ ഒരു കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് നിർമ്മിച്ചിരിക്കുന്നത് സർ. സർ, അടുത്തൊരു വാർത്ത സർ, സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യം ഇല്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ് സർ? കാത്ത് ലാബിനെ കുറിച്ചാണ്. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ UDF 10 വർഷം മുമ്പുള്ള, എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, അതിലുള്ള ഒരു വാർത്തയാണ്. സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു, 250 ലാബ് തുടങ്ങുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. ഞാൻ പറയട്ടെ സർ, കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ MLA മാരുടെയും നിയോജക മണ്ഡലത്തിൽ അവിടെ ലാബുകൾ നെറ്റ്വർക്ക് തീർത്തുകൊണ്ട് ലാബ് നെറ്റ്വർക്കിംഗ് സംവിധാനം ഒരുക്കി സർ. സർ, ഇനിയൊരു കാര്യം ചോദിക്കട്ടെ സർ, ഇനിയൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ സർ. കേരളത്തിലുള്ള കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന്, മെഡിക്കൽ കോളേജുകളിലെ കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന് UDFന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ടോ സർ? UDFന്റെ കാലത്ത് കേരളത്തിലെ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ സർ, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ UDFന്റെ തുടങ്ങിയിട്ടുണ്ടോ? അവരെല്ലാം മിണ്ടാതിരുന്നല്ലോ. വിഷ്ണു നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർ മിണ്ടിയിട്ടല്ലോ. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർ ക്ഷമാപൂർവ്വം കേട്ടില്ലേ? യെസ്, അങ്ങ് പറഞ്ഞോ, അങ്ങ് അവരോട് മിണ്ടാതിരിക്കാൻ പറ. കോളേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ സർ. സർ, മെഡിക്കൽ കോളേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ബഹുമാന്യനായ കാസർഗോഡ് MLA ഇവിടെ ഉണ്ട് ഇല്ലേ? ബഹുമാനപ്പെട്ട കാസർഗോഡ് MLA അദ്ദേഹം അന്ന് ബഹുമാന്യനായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നൽകിയ, അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചൊരു വിഷയമാണ് സർ. ശ്രീ NA നെല്ലിക്കുന്നിന്റെ 2014 ജൂൺ മാസത്തിലെയാണ് സർ. അപ്പോ ഇവര് പറയുന്നത് 2013 അവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നാണല്ലോ. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിയേക്കാം സർ. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ ഉണർത്തി ഊണില്ലെന്ന് പറയേണ്ടി വരുന്നോ എന്ന് ആലോചിച്ചു പോവുകയാണ് പറയുന്നത് ബഹുമാന്യനായ ശ്രീ NA നെല്ലിക്കുന്ന്. 2013 നവംബർ 30 കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ബദിയടുക്കയിൽ നടന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. അങ്ങ് ആ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഇത്രയും ആളുകൾ ഗ്രാമപ്രദേശത്ത് തടിച്ചുകൂടിയെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടിരുന്നു. കാസർഗോഡിലെ പാവം ജനത മെഡിക്കൽ കോളേജ് എന്ന ആശയം എത്രമാത്രം നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ തെളിവായിരുന്ന ജനക്കൂട്ടം. ഇന്ന് കാസർഗോഡിലെ ജനങ്ങൾ നിരാശയിലാണ്. സർ പറഞ്ഞത് അന്നത്തെ MLA ആണ് സർ, അന്നത്തെ മന്ത്രിയോട് പറഞ്ഞാണ് സാർ. 2014 സാർ, അന്ന് ബദിയടുക്കയിൽ അവിടെ സർ തുടങ്ങിയപ്പോൾ കാസർഗോഡില് ഇന്ന് നോക്കണം സർ, കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള ജില്ലയായിട്ട് കേരളം മാറി സർ. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാടും കാസർഗോഡും ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് സർ. അന്ന് 2015 തുടങ്ങിയതുപോലെയല്ല, ഇടുക്കിയിൽ തുടങ്ങിയതുപോലെയല്ല സർ. 2015 ഇടുക്കിയിൽ തുടങ്ങിയപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പറഞ്ഞല്ലോ, അന്ന് UDFന്റെ കാലത്ത് 50 സീറ്റായിട്ട് തുടങ്ങി. പിന്നീട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അന്വേഷണം നടത്തിയപ്പോ 50 കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും സർ അതിന്റെ അംഗീകാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ LDF സർക്കാർ ആ കുട്ടികളെ, വഴിയിലായി പോയ ആ കുഞ്ഞുങ്ങളെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിച്ചു സർ. അവിടെ
2022 കേരളം ചരിത്രം കുറിച്ചുകൊണ്ട് സാർ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. അതാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത്. അടുത്ത വർഷം അവര് MBBS ബാച്ച് ആദ്യത്തെ ബാച്ച് ഇറങ്ങാൻ പോവാ സാർ. സാർ അവിടെ നഴ്സിംഗ് കോളേജ് തുടങ്ങി സാർ. 100 കുട്ടികൾ, അന്നത്തെ 50ന്റെ സ്ഥാനത്ത് ഇന്ന് 100 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് സാർ. ഇനി കാസർഗോഡ് സാർ നമ്മൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. കാസർഗോഡ് ആശുപത്രിയാണ് അവിടെ നമ്മൾ ആശുപത്രിയായി കണക്കാക്കി മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. കാരണം തടസ്സപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് 7 ജില്ലകളിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് ഇല്ലാതിരുന്ന 7 ജില്ലകളിൽ സർക്കാർ നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചു സാർ. ഏറ്റവും അധികം PG സീറ്റുകൾ ഈ കാലഘട്ടത്തിലാണ് സാർ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മൾ ദൂരെങ്ങ് പോകണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ന്യൂറോളജി വിഭാഗത്തിൽ ഒന്ന് പോയാൽ മതി സാർ. അവിടെ ഇന്റർവെൻഷണൽ ന്യൂറോളജിയിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചു സാർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചു സാർ. സാർ ദേശീയ റാങ്കിങ്ങിൽ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ റാങ്കിങ്ങിൽ ആദ്യമായി നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഡെന്റൽ കോളേജുകളും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് സാർ. അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അന്നത്തെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞൊന്നും ഞാൻ ഇവിടെ വായിക്കുന്നില്ല, ഇതൊക്കെ രേഖകളാണല്ലോ സാർ. രൂക്ഷമായ മരുന്ന് ക്ഷാമം അനുഭവപ്പെടുന്നു. കാലവർഷത്തിന്റെ വരവോടുകൂടി സംസ്ഥാനത്ത് മരുന്ന് വിതരണം തടസ്സപ്പെടുന്നത് ഗൗരവതരമായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ലോക്കൽ പർച്ചേസ് ഇനത്തിൽ സർക്കാരിന് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തുടങ്ങി. അതിനുശേഷം തൊട്ടടുത്തൊരു MLA കൂടി പറയുന്നുണ്ട് സാർ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എന്നത് UDF-ലെ തന്നെ ഒരു MLA പിന്നീട് പറയുന്നുണ്ട് സാർ. സാർ, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമാണ് സാർ. ഞാൻ ബഹുമാനപ്പെട്ട MLA-മാരോട് അവരുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളും, ഞാൻ ഓരോരുത്തരുടെ നിയോജക മണ്ഡലങ്ങളും എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഓരോന്നിവിടെ പറയാവുന്നതാണ് സാർ. പറവൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെ കുണ്ടറ നിയോജക മണ്ഡലം സാർ. പറവൂർ നിയോജക മണ്ഡലത്തിൽ സാർ സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരാപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി 37 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തുടങ്ങി സാർ. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടു സാർ. അദ്ദേഹം പറയുന്നുണ്ട് 10 വർഷമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ. അദ്ദേഹത്തിന്റെ പറവൂർ നിയോജക മണ്ഡലത്തിൽ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ അവിടെ വരുന്നു എന്നുള്ളത് പറയുകയുണ്ടായി സാർ. സാർ, മൂവാറ്റുപുഴ ആശുപത്രി ബഹുമാനപ്പെട്ട MLA പറഞ്ഞല്ലോ സാർ, ജനറൽ ആശുപത്രി, എവിടെയെങ്കിലും ജനറൽ ആശുപത്രിയിൽ ഒരു ICU ഉണ്ടോന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒന്ന് പോയാൽ മതി സാർ. അതല്ല, എറണാകുളം ജനറൽ ആശുപത്രിയിൽ, അദ്ദേഹത്തിന്റെ ജില്ലയിലെ തന്നെ ജനറൽ ആശുപത്രിയിൽ ഒന്ന് പോകണം സാർ. ആദ്യമായി രാജ്യത്ത് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി, ഏറ്റവും സങ്കീർണമായ ശസ്ത്രക്രിയയാണ് സാർ. സാർ, ആ ശസ്ത്രക്രിയ നടത്തി ആ 30 ദിവസത്തിലധികം ആ പെൺകുട്ടി ICU-ലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ 8-9 ആളുകൾ എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട് സാർ. അവരെല്ലാം വളരെ സുഖമായിട്ട് ജീവിക്കുന്നു സാർ. ആ 9 പേരും ICU-ലാണ് സാർ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ജനറൽ ആശുപത്രികളിൽ, ജില്ലാ ആശുപത്രികളിൽ ഈ നിലയിൽ ICU-കൾ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉൾപ്പെടെ അവിടെ ലഭ്യമായിട്ടുണ്ട് സാർ. ECRP 2-ൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെ സാർ അവിടെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ഈ ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സാർ. സാർ, അതുപോലെ മലപ്പുറത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ. അതിന്റെ അടിയന്തര പ്രാധാന്യം അവർക്ക് അത്രയേ ഉള്ളൂ എന്നാണ് ഇത് കാണിക്കുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തിയെന്ന് മാത്രം. വിഷ്ണു, ഒരു മിനിറ്റ്. വിഷ്ണു, ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ അവസാനം അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൂടായിരുന്നോ എന്ന് പറയുന്ന രൂപത്തിൽ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടതാണല്ലോ, സഭയും കേട്ടതാണ്, ബഹുമാനപ്പെട്ട സ്പീക്കറും കേട്ടതാണ്. ഈ വേണുവിന്റെ ഭാര്യ സിന്ധു പരാതി കൊടുത്തു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് പരാതി കൊടുത്തത്. അവർ കൊല്ലത്തൊരു അദാലത്ത് വിളിച്ചു. ആ അദാലത്തിൽ അവർ ചെന്നപ്പോൾ അദാലത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഈ വേണുവിന്റെ ഭാര്യ സിന്ധുവിനോട്, നിങ്ങൾ എന്തിനാണ് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത്? ജീവൻ രക്ഷിക്കാമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്വകാര്യ ആശുപത്രിയിൽ വിട്ടാൽ പോരായിരുന്നു എന്ന് ചോദിച്ചത് വേദനയോടുകൂടി അവരിന്ന് രാവിലെ എന്നോട് പറഞ്ഞു, സിന്ധു. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അത് കോട്ട് ചെയ്തതാണ് സാർ. യഥാർത്ഥത്തിൽ 284(2) വെച്ചിട്ട് അങ്ങ് മന്ത്രിയുടെ ആ പരാമർശം ഈ നീക്കം ചെയ്യേണ്ടതാണ്. ഞാൻ ആവശ്യപ്പെടുന്നില്ല, വേണമെങ്കിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഞാൻ ക്ലാരിറ്റി വരുത്തുകയാണ്. മിനിസ്റ്റർ സാർ, ഇവിടെ ബഹുമാനായ മിനിസ്റ്റർ പറഞ്ഞതുപോലെ അടിയന്തര പ്രമേയത്തിന് ഒരു അടിയന്തരാവസ്ഥയില്ല എന്നുള്ളതാണ് ശൂന്യമായിട്ടുള്ള പ്രതിപക്ഷ ബെഞ്ചുകൾ സൂചിപ്പിക്കുന്നത് സാർ. ഇത് ഈ പറയുന്നതൊക്കെ തെറ്റാണ് എന്നുള്ളതും അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇതിന് യാതൊരു അടിയന്തര പ്രാധാന്യം, കാരണം ഇത് നേരിട്ട് ഈ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് സാർ അപ്പുറത്ത് പ്രതിപക്ഷ. അതെ
യെസ് മിനിസ്റ്റർ പ്ലീസ് സമയം പോകുന്നുണ്ട്. സാർ ചില വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സാർ. ബഹുമാന്യരായിട്ടുള്ള MLA പറഞ്ഞ വിഷയങ്ങളിൽ ശ്രീ പി ഉബൈദുള്ള അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി സാർ. മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ അവിടുത്തെ ഒരു കെട്ടിട നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇന്നലെ അങ്ങേക്ക് നൽകിയ മറുപടിയിൽ അതിന്റെ മറുപടി കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് സാർ. 5/1/2026 ചീഫ് സെക്രട്ടറി ആ യോഗം ചേരുകയും മലപ്പുറം നഗരസഭയ്ക്കാണ് അതിന്റെ ചുമതലയുള്ളത്, നിർമ്മാണ ചുമതല. പക്ഷെ മലപ്പുറം നഗരസഭ അതിലെ പദ്ധതി ചെലവിൽ കുറവ് വരുത്താതിരുന്നത് പുനഃപരിശോധിച്ച് പദ്ധതിയുടെ നിർദ്ദേശവുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ വിശദമായ പുതുക്കിയ എസ്റ്റിമേറ്റ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ അത് അങ്ങ് പരിശോധിച്ച് നഗരസഭയോടുകൂടി പറഞ്ഞിട്ട് അതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ നൽകണമെന്ന് പറയണം സാർ. സാർ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ സാർ. സാർ, മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച കാര്യം പറയുമ്പോൾ അവിടെ ഡോക്ടർ ആനന്ദൻ TPയും മറ്റുള്ളവരും ഫയൽ ചെയ്ത ഒരു കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ആ സ്റ്റേ നിലനിൽക്കുന്നത് കൊണ്ട് സാർ അവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സാർ, മലപ്പുറം ജില്ലയിൽ നൽകിയിട്ടുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മാത്രം നൽകിയിട്ടുള്ള പണം, നമ്മളത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ള പണം പരിശോധിച്ചാൽ സാർ ഏതാണ്ട് 140-ലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ സാർ അവിടെ നൽകിയിട്ടുണ്ട് സാർ. സാർ, ആരോഗ്യ മേഖലയിൽ DHSന് കീഴിൽ രൂപീകരിച്ച തസ്തികകളിൽ നമ്മൾ 14 ജില്ലകളിൽ ഉണ്ടെങ്കിലും 10% തസ്തികകൾ മലപ്പുറത്താണ് നൽകിയിരിക്കുന്നത് സാർ. ഇപ്പോ നൽകിയിട്ടുള്ള തസ്തികയെ കുറിച്ച് പറഞ്ഞല്ലോ. 2023 സാർ 2023 സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ സൃഷ്ടിച്ചപ്പോൾ സാർ അവിടെ മലപ്പുറം ജില്ലയിലാണ് 15 തസ്തികകൾ കൊടുത്തിട്ടുള്ളത് സാർ. സാർ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമാണ്. ബഹുമാനപ്പെട്ട ശ്രീ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ കാര്യം, കല്ലിട്ട് പോയ മെഡിക്കൽ കോളേജുകൾക്ക് പകരം ആ സ്ഥാനത്ത് കുട്ടികളിരുന്ന് പഠിക്കുന്ന സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികളാണ് സാർ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വയനാടിന്റെ ഉദാഹരണം പറഞ്ഞാൽ അവിടെ കാത്തലാബ് ഇല്ല എന്ന് പറയുകയുണ്ടായി സാർ. സാർ, കാസർഗോഡ് കാത്തലാബ് ഉണ്ട് സാർ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് ഒരുക്കിയിട്ടുണ്ട് സാർ. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 2500 പ്രൊസീജിയറുകൾ കാസർഗോഡ് നടത്തുന്നതിന് നമുക്ക് സാധിച്ചു സാർ. സാർ, വയനാട് കാത്തലാബ് രൂപീകരിച്ചപ്പോൾ ആരാണെന്നറിയാമോ സാർ? ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 80 വയസ്സുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയാണ് സാർ ആദ്യമായിട്ട് അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അവിടുന്ന് സുഖമായിട്ട് പുറത്തിറങ്ങിയത് സാർ. ഇത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹെൽത്ത് ഇൻഡിസസിനെ കുറിച്ച് പറയുകയുണ്ടായി സാർ. സാർ, മാതൃമരണ നിരക്കിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു 2015-16 UDFന്റെ കാലഘട്ടത്തിൽ 43 മാതൃമരണ നിരക്ക്. 2024-25 അത് 19 അദ്ദേഹം പറഞ്ഞല്ലോ 21. 43ന്റെ പകുതി പോലും ഇപ്പോഴില്ല എന്നുള്ള വസ്തുത അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സീറ്റിൽ കാണുന്നില്ല, പക്ഷെ ആ വസ്തുത അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് സാർ. സാർ, ശിശുമരണ നിരക്ക് ശിശുമരണ നിരക്കുകളിൽ കുറഞ്ഞു വരുന്നത് പറഞ്ഞു. ഇപ്പോൾ 3 കൊല്ലം കൂടിയതിനെ കുറിച്ചുള്ള ഇന്നത്തെ എക്കണോമിക് റിവ്യൂവിലെ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കുലനാടൻ പറഞ്ഞത്. ഈ ഗവൺമെന്റിന്റെ കയ്യിലൊരു ഡേറ്റ, ഹെൽത്ത് ഡേറ്റ ഉണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രസവങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് അതിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞ് 70% കേരളത്തിലെ ഡെലിവറീസ് ഇപ്പം നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ് എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ഡേറ്റ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടോ? ഈ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഷിഫ്റ്റാണ് എന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശിശുമരണ നിരക്ക് ടു ദ ചെയർ, ടു ദ ഗവൺമെന്റ്, ടു ദ ചെയർ, ടു ദ ഒപ്പോസിഷൻ. അത് ഓർമ്മിപ്പിച്ചു എന്നല്ലേ? യെസ് മിനിസ്റ്റർ. ശിശുമരണ നിരക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ശിശുമരണ നിരക്ക് നിയോനേറ്റൽ മോർട്ടാലിറ്റി അല്ല സാർ. ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നിയോനേറ്റൽ മോർട്ടാലിറ്റി വേറെയുണ്ട് സാർ. UDFന്റെ കാലത്ത് 2015-16 6 ആയിരുന്നത് ഈ കാലഘട്ടത്തിൽ 3-നും 4-നും ഇടയിലേക്ക് അത് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു സാർ. ശിശുമരണ നിരക്ക്, ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ സാർ അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് കുറയ്ക്കാൻ സാധിച്ചത്? അത് പൊതുജനാരോഗ്യ ഇന്റർവെൻഷനിലൂടെ സാധിച്ചു സാർ. ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കുന്നത് നിയോനേറ്റൽ മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശിശുമരണ നിരക്ക്, ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പൊതുജനാരോഗ്യ ഇന്റർവെൻഷൻസ് ഉണ്ട് സാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 ഉദാഹരണം ഞാൻ പറയാം സാർ. ഹൃദ്യം പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ജന്മനാ ഹൃദയവൈകല്യം ഉള്ള കുഞ്ഞുങ്ങളെ അത് കണ്ടെത്തി അവർക്ക് സൗജന്യമായി കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നതിന് ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചു സാർ. ഇപ്പോൾ ഏതാണ്ട് 9,000-ഓളം കുഞ്ഞുങ്ങൾക്ക് ആ ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട് സാർ. വലിയ രീതിയിൽ അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കെയർ പദ്ധതി സാർ, സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെ കോഴിക്കോടുള്ള നമ്മുടെ ആ മകളുടെ പേര് ഞാൻ പറയുന്നില്ല, 18 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞാണ്. അങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ SMA ഉൾപ്പെടെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചു. ഒരു വയൽ മരുന്നിന് 1.5 ലക്ഷത്തിന് മുകളിൽ ചെലവാകുന്ന
ആ മരുന്ന് സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് സാർ. മറ്റൊരു സംസ്ഥാനവും അത് ആരംഭിച്ചിട്ടില്ല സാർ. അങ്ങനെ അപൂർവ രോഗവുമായിട്ട് ബന്ധം, അതുപോലെ ശലഭം പ്രോജക്ട് സാർ, ഏർലി ഡിറ്റക്ഷൻ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സാർ, ഇതൊരു ഇൻഫർമേഷന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അമ്മയുടെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറ്റിക് പരിശോധന സ്വകാര്യ മേഖലയിൽ വലിയ ചെലവേറിയതാണ് സാർ. അത് സർക്കാർ മേഖലയിൽ നല്ല കൃത്യമായി അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. SMAയിൽ സാർ ഇപ്പോൾ ഈ ഡിസീസ് വരുമെന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞിന് മരുന്ന് കൊടുത്തു. ആ കുഞ്ഞ് ഇപ്പോൾ 1 വയസ്സാകുന്നു സാർ. വളരെ അവൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് സാർ. അപ്പോ ശിശുമരണ നിരക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. 2015-16 12 നിന്ന് സാർ 5 എത്തുമ്പോൾ അഭിമാനത്തോടെയാ സാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു അത് അഹങ്കാരമാണെന്ന്. സാർ ഇത് അഭിമാനമാണ് സാർ. കേരളം ഒന്നായി കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നേടിയ ഒരു നേട്ടമാണ് സാർ. അമേരിക്കൻ ഐക്യനാടുകളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കാൾ ശിശുമരണ നിരക്കിനേക്കാൾ അത് 5.6 ആണെങ്കിൽ കേരളത്തിന്റേത് 5 ആണ് എന്നുള്ളത് ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് സാർ. ഒരു സ്പാനിഷ് ലേഡിയുടെ ഒരു വ്ളോഗറുടെ അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് കണ്ടിരുന്നല്ലോ സാർ, നമ്മളെല്ലാവരും കണ്ടിരുന്നു. അവരെന്താണ് പറഞ്ഞത്? ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ പോയ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. ICU ഇല്ലെന്ന് പറഞ്ഞ, ഒരു സൗകര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞ ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു സ്പാനിഷ് ലേഡി പോയിട്ട് പറയുകയാണ് അവർ അത്ഭുതപ്പെട്ടു. അവരുടെ നാട്ടിൽ എത്രയോ മണിക്കൂറുകൾ 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കൺസൾട്ടേഷന് 10 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ സാധ്യമായി എന്ന് പറഞ്ഞതൊരു സ്പാനിഷ് ലേഡിയാണ് സാർ. സാർ ഇത് അവരുടെ സാക്ഷ്യങ്ങളല്ലേ സാർ? സാർ അതുപോലെ സൗജന്യ ചികിത്സാ പദ്ധതിയെ കുറിച്ച് പറയുകയുണ്ടായി സാർ. സാർ കേരളത്തിൽ 8400-ലധികം കോടി സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ കേരളത്തിലെ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു സാർ. ഒരു കണക്ക് കൂടി ഞാൻ പറയട്ടെ സാർ. കാത്ത് ലാബുകൾ, നേരത്തെ UDFന്റെ കാലത്ത് ലാബുകളാണ് ഇല്ലാതിരുന്നതെങ്കിൽ ഇന്ന് ലാബുകൾ സ്ഥാപിച്ചു, അതിന്റെ നെറ്റ്വർക്ക് സ്ഥാപിച്ചു. എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്തു സാർ. സാർ എന്താണ് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശം എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സാർ. ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് സ്വകാര്യ മേഖലയിൽ 4-5 ലക്ഷം രൂപയാകുമ്പോൾ, അങ്ങനെ പറയുന്നു ആളുകൾ, അങ്ങനെ ആകുമ്പോൾ സാർ എല്ലായിടത്തും കാത്ത് ലാബുകൾ സ്ഥാപിച്ചതോടുകൂടി ഒരു ദിവസം കേരളത്തിലെ കാത്ത് ലാബുകളിൽ 100-നും 120-നും ഇടയിൽ ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട് സാർ. മെഡിക്കൽ കോളേജുകളിലും DHSന്റെ കീഴിലുള്ള ആശുപത്രികളിലും നടക്കുന്നുണ്ട് സാർ. ഏറ്റവും ഒടുവിൽ അടിമാലി ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു സാർ. 2 മാസത്തിനകം നമ്മളത് സാധ്യമാക്കും സാർ. സാർ 4 ലക്ഷം അല്ലെ 5 ലക്ഷം രൂപ 100-120 പേർക്ക് ഒരു ദിവസം സംസ്ഥാനത്ത് ചെലവാകുന്ന സാഹചര്യത്തെ ഒഴിവാക്കി അത് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമായിരുന്ന പണം അത് നഷ്ടപ്പെടുത്താതെ ആളുകൾക്ക് ആ നിലയിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ നോക്കിയത് കേരളമാണ് സാർ. സാർ ഒരു കാര്യം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ സർവേ ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഇത് മാറി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ സാർ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ രേഖകൾ അനുസരിച്ച് നേരത്തെയുള്ള ഇതിനേക്കാൾ ചികിത്സയിലുണ്ടായ കുറവ് ഗ്രാമീണ മേഖലയിൽ 17,000-ൽ നിന്ന് 10,000-ആയി കുറഞ്ഞു സാർ. നഗരമേഖലയിൽ 23,000-ൽ നിന്ന് 13,000-ആയി കുറഞ്ഞു സാർ. ആർക്കും സെർച്ച് ചെയ്യാവുന്ന ഡേറ്റയാണ് സാർ. ആ ഡേറ്റ ഗൂഗിളിൽ അവൈലബിൾ ആണ്. NSSO സർവേ ഡേറ്റ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ 2024-ൽ പുറത്തു വന്നതാണ് സാർ. സാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചികിത്സാ ചെലവിൽ ഈ കുറവുണ്ടായി എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ബഹുമാന്യനായിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹം ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി സാർ. ഞാൻ അതിന്റെ ഒരു പേപ്പർ കൂടി എടുക്കട്ടെ. ഡോക്ടർ കമ്മത്തിനെ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി സാർ. അദ്ദേഹം തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ എന്നെനിക്കൊരു സംശയമുണ്ട് സാർ. കാരണം കേരളത്തിലെ ഈ ആശുപത്രി ആരോഗ്യ രംഗത്തെക്കുറിച്ച് ഡോക്ടർ കമ്മത്ത് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് തലക്കെട്ട് മാത്രമല്ല, അതിന്റെ ഒരു കണ്ടന്റ് വായിച്ചു നോക്കണം സാർ. ആ കണ്ടന്റിനകത്ത് പറയുന്ന കാര്യം കേരളത്തിലെ ആരോഗ്യരംഗം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഞാൻ എക്സാക്ട്ലി ആ വാക്കുകൾ ഓർക്കുന്നില്ല, പക്ഷെ അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA-മാർ സൂചിപ്പിച്ചു, വമ്പൻ കോർപ്പറേറ്റ് ഭീമന്മാർ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ നിക്ഷേപം, മെജോറിറ്റി നിക്ഷേപം എടുത്തു കഴിഞ്ഞു. ഇവിടെ പല ജില്ലകളുടെയും കാര്യം സൂചിപ്പിക്കുകയുണ്ടായി സാർ. നമ്മൾ വായിക്കുന്നു ഒരു ബെഡിന് കേരളത്തിൽ ഈ വമ്പൻ കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക 2.5 കോടി രൂപയാണ്. 2.5 കോടി രൂപ സാർ. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ 1.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ 2.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി കേരളത്തിൽ സാധാരണക്കാർക്ക്
ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ചെറിയ ആശുപത്രികളെ സഹായിക്കണം എന്നുമുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സർ, കോർപ്പറേറ്റുകൾ വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ മോഹൻ ജോസഫ് അതിന്റെ തലക്കെട്ട് മാത്രമാണ് ഇവിടെ വായിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സർ, ഈ ഘട്ടത്തിൽ സർ